നമസ്കാരം, എല്ലാവർക്കും മനസ്സിൽ വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഉത്ര മർഡർ കേസാണ്. നമ്മുടെ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ചൊരു കേസാണ് ഉത്ര മർഡർ കേസ്. കൊല്ലം അഡീഷണൽ ഡിസ്ട്രിക്ട് സെഷൻ കോർട്ട് ജസ്റ്റിസ് മനോജ് എം സാർ പ്രൊണൗൺസ് ദ ജഡ്ജ്മെന്റ്. രക്ഷിതാക്കൾ പെൺമക്കളെ ഒരു പ്രായം കഴിയുമ്പോൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാറുണ്ട്. സംരക്ഷണമായ കൈകളിൽ തന്റെ മകളെ ഏൽപ്പിച്ചു എന്ന സമാധാനത്തോടുകൂടി പാരന്റ്സ് ഇരിക്കുമ്പോഴാണ് ആ സുരക്ഷിതമായ കൈകളിൽ നിന്ന് തന്നെ മകൾ കൊല്ലപ്പെടുന്ന ദാരുണമായ വാർത്ത കേൾക്കുന്നത്. ആ സംഭവം തന്നെയാണ് ഉത്ര മർഡർ കേസിലും സംഭവിച്ചിരിക്കുന്നത്. തന്റെ മകൾക്ക് വേണ്ടതെല്ലാം അച്ഛൻ അമ്മമാർ അവളുടെ സന്തോഷത്തിന് വേണ്ടി നൽകി. പക്ഷെ ഈ കേസിലെ അക്യൂസ്ഡ് ആയ സൂരജ് ആ വാല്യുബിൾ സെക്യൂരിറ്റിക്ക് മാത്രം ഇമ്പോർട്ടൻസ് നൽകുകയും ഉത്ര എന്ന് പറയുന്ന പെൺകുട്ടിയെ മർഡർ ചെയ്യാൻ ആയിട്ട് ശ്രമിക്കുകയും ചെയ്യുകയാണ്. സൂരജ് എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ എന്തൊക്കെ ഒഫൻസ് ആണ് ചാർജ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെക്ഷൻ 302, 307, 328 and 201 of the Indian Penal Code. 302 of the Indian Penal Code define punishment of murder. Whoever commit murder shall liable to be punishable of death imprisonment or imprisonment for life and also liable to be fined. ഒരു മർഡർ കുറ്റം ചെയ്തൊരാൾക്ക് കിട്ടാൻ പോകുന്ന പണിഷ്മെന്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഡെത്ത് ഇംപ്രിസൺമെന്റ് ആകാം, അല്ലെങ്കിൽ ലൈഫ് ഇംപ്രിസൺമെന്റ് ആകാം, ആൻഡ് ആൾസോ ലൈബിൾ ടു ബി ഫൈൻ. അദ്ദേഹം ഫൈൻ പിഴ അടയ്ക്കാനും ബാധ്യസ്ഥനാണ്. മർഡറിന്റെ പണിഷ്മെന്റ് പറയുന്നതിനോടൊപ്പം തന്നെ നമുക്ക് എന്താണ് മർഡർ എന്ന് കൂടെ നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ഡിഫൈൻഡ് സെക്ഷൻ 300 ഓഫ് ദി ഇന്ത്യൻ പീനൽ കോഡ്. Section 300 murder. Except in a case hereinafter expected, culpable homicide is murder if an act by which death is caused done with an intention to causing death. Secondly, if an act is done with an intention to cause bodily injury, that bodily injury likely to cause death. Thirdly, an act done with an intention to cause bodily injury and the bodily injury is intended to be inflicted is sufficient in ordinary courts in the nature to cause death. Fourthly, an act done with an intention or knowledge that it is an imminently danger and that there will be an probability cause of death or bodily injury that is likely to cause death, and commit such an act without any excuse incurring for risk for causing death or bodily injury. ഒരാളെ കൊല്ലണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി അദ്ദേഹത്തിന് ഇന്റൻഷൻ ഉണ്ട്, അല്ലെങ്കിൽ നോളജ് ഉണ്ട്, അറിയാം ഞാൻ ചെയ്യുന്ന പ്രവൃത്തി അല്ലെങ്കിൽ ആ ബോഡിലി ഇഞ്ചുറി, ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ അദ്ദേഹത്തിന് ഒരു ബോഡിലി ഇഞ്ചുറി ഉണ്ടാവുകയാണ്. ആ ഇഞ്ചുറിയില് ബോഡിലി ഇഞ്ചുറി മീൻസ് എന്താണ്? പരിക്കുണ്ടാവുക. ആ ഇഞ്ചുറിയിൽ ഒരു ഡെത്ത് സംഭവിക്കും, അതിൽ അദ്ദേഹം മരിക്കും എന്നുള്ള ഒരു ഇന്റൻഷൻ അല്ലെങ്കിൽ നോളജ് അദ്ദേഹത്തിനുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും മർഡറിലാണ് അട്രാക്റ്റഡ് ആയിട്ട് വരുന്നത്. സോ ദാറ്റ് ഈസ് 300 of the Indian Penal Code define murder. Then 307, attempt to murder. Who done any act with intention or knowledge and under such circumstance, if the act done by him which caused the death, he will be the guilty of the murder. He shall liable to be punishable of an imprisonment which extend to 10 years and also liable to be fined. If hurt is caused to any person, he is liable to be punishable either the imprisonment for life or the punishment here and above mentioned. Attempt by life convict. If a person is offending under this section, under the life imprisonment, if the hurt caused, punishable is death imprisonment. അടുത്ത 307 ആണ് പറയാൻ പോകുന്നത്. ദാറ്റ് ഈസ് അറ്റംപ്റ്റ് ടു മർഡർ. ഒരാളെ കൊല്ലാനായിട്ടുള്ള ഒരു മർഡർ നടത്താനായിട്ടുള്ള ഒരു അറ്റംപ്റ്റ് അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിന് ഒരു നോളജ് ഉണ്ട് അല്ലെങ്കിൽ ഇന്റൻഷൻ ഉണ്ട്, അറിയാം ഞാൻ ചെയ്യുന്ന പ്രവൃത്തി തീർച്ചയായിട്ടും ഈ പറയുന്ന വ്യക്തി മരിക്കും, അല്ലെങ്കിൽ ആ ഒരു ബോഡിലി ഇഞ്ചുറി കൊടുക്കുന്ന ആ ഒരു ബോഡിലി ഇഞ്ചുറി തീർച്ചയായിട്ടും ആ പ്രവൃത്തി മരണപ്പെടാനായിട്ടുള്ള എല്ലാ സാധ്യതകളുമുണ്ട് എന്ന് അദ്ദേഹത്തിന് പൂർണ്ണമായ നോളജ് ഉണ്ട്, പൂർണ്ണമായ ഇന്റൻഷൻ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം വരുന്നത് 307 അട്രാക്റ്റ് ആയിട്ട് വരുന്നത്. So 307 defined attempt to murder. Then section 328.
causing hurt by means of poison with intention to commit an offense, who are administered or causes to be taken by any such person, any poison, stupefying, intoxicating or unwholesome drugs or any other thing with intention to cause hurt to any other person, or with intention or knowledge or facilitating to commit an offense, the offender is liable to be punishable of an imprisonment which extends into 10 years and also liable to be fined. ഒരു ഒഫൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ എന്താണ് ബോധരഹിതയാക്കുക, അല്ലെങ്കിൽ എന്താണ് പോയിസൺ കൊടുക്കുക. എന്തിനാണ്? ഫോർ കമ്മിറ്റ് ആൻ ഒഫൻസ്. എന്തോ ഒരു ഒഫൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് എന്താണ് ബോധരഹിതയാക്കുക, അല്ലെങ്കിൽ എന്താണ് പോയിസൺ, അദ്ദേഹത്തിന് പോയിസൺ കൊടുക്കുക, അല്ലെങ്കിൽ എന്താണ് ഫോർ എക്സാമ്പിൾ പോയിസൺ ഉറങ്ങി കിടക്കുന്ന സമയത്ത് എന്താണ് പോയിസൺ ഇഞ്ചക്ട് ചെയ്യുക. അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് 10 വർഷത്തിൽ എക്സ്റ്റെൻഡ് ടു 10 years ആണ്, 10 വർഷം വരെ കിട്ടാനുള്ള പണിഷ്മെന്റ് ആണ് അതിൽ പറയുന്നത്. ദാറ്റ് ഈസ് ഡിഫൈൻഡ് സെക്ഷൻ 328 of the Indian Penal Code. Then last section is 201, causing disappearance of evidence of offence or giving false information to screen the offender, whoever having knowledge or believes that the offence has committed, causing disappearance of evidence of offence or giving false information to screen offender from legal punishment with that intention, he give information which he believes that it is false. If the capital offence which he knows or believes that offence is committed with death imprisonment, he is liable to be punishable of an imprisonment which extends to 7 years and also liable to be fined. സെക്ഷൻ 201 ഡിഫൈൻ ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എവിഡൻസിന് എന്താണ് തെളിവിനെ ഡിസപ്പിയർ ചെയ്യാനായിട്ട് എന്ന് വെച്ചാൽ എന്താണ് മറയ്ക്കുവാൻ വേണ്ടിയിട്ട് കള്ളം പറയുക, അല്ലെങ്കിൽ എന്താണ് ഒരു ഫാൾസ് ഇൻഫർമേഷൻ കൊടുക്കുക. എന്തിന്? ടു എസ്കേപ്പ് ഫ്രം ദി ലീഗൽ പണിഷ്മെന്റ്. നിയമത്തിന്റെ മുന്നിൽ നിന്നും എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാൾസ് ഇൻഫർമേഷൻ കൊടുക്കുക. ബട്ട് വിച്ച് ഹി നോസ് ദാറ്റ് ഹി ഗീവ് എ ഫാൾസ് ഇൻഫർമേഷൻ. പക്ഷെ അവൻ അറിയാം ഇവിടെ ഒരു ഒഫൻസ് നടന്നിട്ടുണ്ടെന്നും അറിയാം, ഞാൻ കൊടുക്കുന്ന ഇൻഫർമേഷൻ തെറ്റാണെന്നും അവന് കൃത്യമായിട്ട് അറിയാം. അറിഞ്ഞുകൊണ്ട് ഫാൾസ് ഇൻഫർമേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ എന്താണ് എവിഡൻസിനെ ഡിസപ്പിയർ ചെയ്യുക, എവിഡൻസിനെ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇല്ലാണ്ടാക്കുകയോ ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ സെക്ഷൻ 201 ആണ് ഇവിടെ അട്രാക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ സെക്ഷൻസ് എല്ലാം കേസുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്ത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഞാൻ പറഞ്ഞ 302 ആണ്, പണിഷ്മെന്റ് ഫോർ മർഡർ. ഈ കേസിൽ എന്താണ് സൂരജ് കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് മർഡറിന്റെ പണിഷ്മെന്റ് ആണ് ഫസ്റ്റ് ചാർജ് ചെയ്തത്. ഡെത്ത് ഇംപ്രിസൺമെന്റ് ആകാം, ലൈഫ് ഇംപ്രിസൺമെന്റ് ആകാം, ആൻഡ് ആൾസോ ലയബിൾ ടു ബി ഫൈൻ. അടുത്ത് പറഞ്ഞ സെക്ഷൻ എന്ന് പറയുന്നത് 307 ആണ്, അറ്റംപ്റ്റ് ടു മർഡർ. ഈ കേസിൽ എന്താണ് സൂരജ് ആദ്യം ഒരു അണലിയെ വാങ്ങിക്കുന്നു. അണലി എന്താണ് അപ്സ്റ്റേഴ്സിൽ ഇടുന്നു. എന്നിട്ട് തന്റെ ഭാര്യയോട് എന്താണ് ഉത്രയോട് തന്റെ ഫോൺ എടുത്തു കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും ഉത്ര അപ്സ്റ്റേഴ്സിൽ പോയപ്പോൾ അണലിയുടെ കടിയേറ്റ് ഹോസ്പിറ്റലൈസ്ഡ് ആവുകയും ചെയ്തു. അതിൽ നിന്നും സർവൈവ് ആയിട്ട് വരുന്ന ടൈമിൽ തന്നെ സൂരജ് എന്താണ് അടുത്ത് മർഡർ ചെയ്യാനുള്ള ഒരു പ്രിപ്പറേഷൻ സൂരജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. രണ്ടാമത് മൂർഖന്റെ കടിയേറ്റാണ് ഉത്ര കൊല്ലപ്പെടുന്നത്. അപ്പോൾ ഇതിലെന്താണ് അറ്റംപ്റ്റ് ടു മർഡർ സെക്ഷൻ 307 എങ്ങനെയായിട്ട് കണക്ട് ആവുന്നു? അദ്ദേഹം എന്താണ് ഒരു നോളജ് ഉണ്ട്, ഒരു ബിലീവ്സ് ഉണ്ട്. എന്ത് ബിലീവ്സ് ആണ്? താൻ ചെയ്യുന്ന പ്രവൃത്തി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ട് കാരണം ഒരു ഡെത്ത് സംഭവിക്കും എന്നുള്ളത് പൂർണ്ണമായിട്ടുള്ള ഒരു ഇന്റൻഷൻ അല്ലെങ്കിൽ ഒരു നോളജ് അദ്ദേഹത്തിനുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് സെക്ഷൻ 307 ഇവിടെ അട്രാക്റ്റഡ് ആയിരിക്കുന്നത്. അടുത്ത് പറഞ്ഞ സെക്ഷൻ 328 ആണ്, കോസിംഗ് ഹർട്ട് ബൈ ദ മീൻസ് ഓഫ് പോയിസൺ വിത്ത് ഇന്റൻഷൻ ടു കമ്മിറ്റ് ആൻ ഒഫൻസ്. ഒരാളെ ബോധരഹിതയാക്കുക, അല്ലെങ്കിൽ എന്താണ് ഇപ്പോ ഫോർ എക്സാമ്പിൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പോയിസൺ ഇൻജെക്ട് ചെയ്യാം, അല്ലെങ്കിൽ ബോധരഹിതയാക്കുക. എന്തിനാണ്? ഫോർ കമ്മിറ്റ് ആൻ ഒഫൻസ്. എന്തോ ഒരു കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ എന്താണ് ബോധം കെടുത്തിയിടുക. എന്നാലേ നമുക്ക് ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ഉദ്ദേശത്തോടു കൂടി പോയിസണോ അല്ലെങ്കിൽ ഇൻടോക്സിക്കേഷൻ ഡ്രഗ്സ് എനി അതർ തിങ്സ് എന്നാണ് നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അവരെ ബോധമില്ലാണ്ടാക്കുക അല്ലെങ്കിൽ പോയിസൺ ഇൻജെക്ട് ചെയ്യുക. എന്തിനാണ്? ഫോർ കമ്മിറ്റ് ആൻ ഒഫൻസ്. എന്തോ ഒരു കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ എന്താണ് പറഞ്ഞത്? ഉത്രയുടെ
ബോധം ടാബ്ലറ്റ്സ് കൊടുത്ത് ഉത്രയുടെ ബോധം എന്താണ് ഇല്ലാണ്ടാക്കുകയും അതിൽ ആ സമയത്ത് പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് ഉത്രയെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് സെക്ഷൻ 322 അട്രാക്റ്റഡ് ആവുകയാണ്. അടുത്ത പറഞ്ഞ സെക്ഷൻ 201 ആണ്. ഡിസപ്പിയറൻസ് ഓഫ് എവിഡൻസ് ഓഫ് ഒഫൻസ് ഓർ ഗിവിംഗ് ഫാൾസ് ഇൻഫർമേഷൻ ടു സ്ക്രീൻ ഒഫൻഡർ. ഇതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സൂരജ് ആദ്യം പറഞ്ഞത് എന്താണ്? ഉത്ര കുഞ്ഞിന്റെ തുണി കഴുകാനായിട്ട് പുറത്തു പോയപ്പോൾ ഉള്ള സമയത്താണ് അണലി കഴിച്ചതെന്നാണ് ആദ്യം സൂരജ് കൊടുത്ത മൊഴി. പക്ഷെ ഉത്രയുടെ മൊഴി എന്തായിരുന്നു? താൻ അപ്സ്റ്റേഴ്സിൽ പോയപ്പോൾ ഫോൺ എടുക്കാൻ വേണ്ടി ഹസ്ബൻഡ് ആവശ്യപ്പെട്ട അനുസരിച്ച് ഫോൺ എടുക്കാൻ വേണ്ടി അപ്സ്റ്റേഴ്സിൽ പോയപ്പോൾ വീട്ടിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് എന്നെ പാമ്പ് ആദ്യം കഴിച്ചതെന്നാണ് ഉത്ര പറഞ്ഞത്. രണ്ടാമത് പാമ്പ് കടിയിക്കുന്നത് എങ്ങനെയാണ്? മൂർഖനെ കൊണ്ട് കടിയേപ്പിച്ചിട്ടാണ് ഉത്രയെ കൊല്ലപ്പെടുത്തുന്നത്. അപ്പൊ ആ സമയത്ത് എന്താണ് സൂരജ് പറഞ്ഞത്? ഞാൻ ആ സമയത്ത് അറിഞ്ഞില്ല, ഉറക്കമായിരുന്നു. രാവിലെ നോക്കിയപ്പോൾ എന്താണ് ഉത്ര മരിച്ചു കിടക്കുന്നതാണ് ഞാൻ കാണുന്നതെന്നാണ് സൂരജ് പറഞ്ഞത്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു എവിഡൻസിനെ ഡിസപ്പിയർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഗീവ് ഫാൾസ് ഇൻഫോർമേഷൻ, കള്ളമായിട്ടുള്ള ഇൻഫോർമേഷൻ കൊടുക്കുക. അപ്പൊ അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ, തെളിവ് നശിപ്പിക്കുക എന്നുള്ള ഒരു കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ സെക്ഷൻ 201 ആണ് ഇവിടെ അട്രാക്റ്റഡ് ആവുന്നത്. സൂരജിനെ കിട്ടിയ പണിഷ്മെന്റ് എന്ന് പറയുന്നത് ലൈഫ് ഇംപ്രിസൺമെന്റ് ആണ്. ഇരട്ട ജീവപര്യന്തമാണ് ഇവിടെ അക്യൂസ്ഡ് ആയ സൂരജിന് കിട്ടിയിരിക്കുന്നത്. കൂടാതെ തന്നെ 5 lakh rupees ആണ് ഫൈൻ. ഈ 5 lakh rupees കൊടുക്കുന്നത് ഇവരുടെ മകനാണ്. എന്റെ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.